നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മലയാള സിനിമയുടെ ബഹുമുഖ പ്രതിഭ നടൻ ശ്രീനിവാസൻ വിടവാങ്ങി. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ 69-ാം വയസ്സിൽ. 46 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 220-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ. നഷ്ടമായത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനെ അനുസ്മരിച്ച സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ കേരളം. മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ പ്രേക്ഷകരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് മോഹൻലാൽ. സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെയാണ്. സൗഹൃദമല്ല, പ്രത്യേക ഒരു വൈകാരിക ബന്ധമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി നൽകിയെന്ന് ഗോവർദ്ധന്റെ മൊഴി. പണം നൽകിയതിന്റെ തെളിവുകൾ SITക്ക് കൈമാറി. വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് ദേവർഗദ്ദ ഉന്നതിയിലെ കൂമൻ. ആക്രമണമുണ്ടായത് ഉച്ചയോടെ. മൃതദേഹം കണ്ടെത്തിയത് ഉൾവനത്തിൽ നിന്ന്. വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ലൈംഗിക അതിക്രമ കേസിൽ PT കുഞ്ഞു മുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം. സമാന കേസുകളിൽ അകപ്പെടാൻ പാടില്ല എന്നും കോടതി. 2020 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ, സഞ്ജു സാംസൺ 1-ാം വിക്കറ്റ് കീപ്പർ. ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കി. ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം US-നെതിരെ. മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ വ്യാകരണം മാറ്റിയെഴുതിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായി ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ശ്രീനിവാസൻ. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30-യോടെയായിരുന്നു അന്ത്യം. സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ചിരിക്കും ചിന്തയ്ക്കും സാമൂഹിക വിമർശനത്തിനും തനത് ശൈലി തീർത്ത പ്രതിഭാശാലിയായ ശ്രീനിവാസൻ. അരനൂറ്റാണ്ടുകാലമായി മലയാളിയുടെ കാതിലുള്ള ചിരിയുടെ പെരുന്തച്ചൻ ശ്രീനിവാസൻ യാത്രയായി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രോഗബാധിതനായതിനാൽ സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ശ്രീനിവാസൻ. രാവിലെ ഡയാലിസിസിന് പോകുന്നതിനിടയിലാണ് ശ്രീനിവാസന് തളർച്ച അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മരണവിവരമറിഞ്ഞ മൂത്തമകൻ മിനി ശ്രീനിവാസൻ 10 മണിയോടെ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ എത്തി. തുടർന്നാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്ഥലത്തില്ലാതിരുന്ന മകൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നാലെ വീട്ടിലെത്തി. ആശുപത്രിയിൽ നിന്ന് കണ്ടനാട്ടെ വസതിയിലെത്തിച്ച മൃതദേഹം പിന്നീട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലേക്കെത്തി. കൊച്ചിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചു. നടൻ മമ്മൂട്ടി ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വസതിയിലും പിന്നീട് ടൗൺ ഹാളിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തൊട്ടുപിന്നാലെ മോഹൻലാലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു. മന്ത്രി P രാജീവ്, സജി ചെറിയാൻ, MA ബേബി, സത്യനന്ദിക്കാട്, ജോഷി, ദിലീപ്, രഞ്ജി പണിക്കർ തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വെള്ളിത്തിരയിലെത്തിച്ച ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി സാധാരണക്കാർ മണിക്കൂറുകൾ കാത്തുനിന്നു. ടൗൺ ഹാളിൽ നിന്ന് 4 മണിയോടെ ഭൗതികദേഹം കണ്ടനാട്ടെ വസതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ശ്രീനിവാസന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വസതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. അമൃത ന്യൂസ്, കൊച്ചി. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ അനുശോചിച്ചു. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് നടൻ മോഹൻലാൽ അനുസ്മരിച്ചു. ദർശനം വിജയൻ ഇല്ലാതായാലും
മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ കോമ്പിനേഷൻ വിജയനെ ഓർക്കുന്നത് ആള് തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയാലും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ മലയാളികൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയത് തന്നെയാണ്. വൈകാരിക ബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളതെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസനെ അവസാനമായി കാണാനെത്തി. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, നടൻ, ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിഭയായിട്ടാണ് മാറിയിരുന്നത്. സരസമായ ഭാഷയിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സത്യത്തിൽ എത്ര കാലത്തിന്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. ഭാവനാസമ്പന്നമായ കഥാപാത്രങ്ങളെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഭാവനാസമ്പന്നനായ, വളരെയേറെ അഭിനയ ചാതുര്യമുള്ള പ്രമുഖ നടന്റെ വേർപാടിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ വേദനയും അനുശോചനവും ചലച്ചിത്ര മേഖലയും കുടുംബത്തെ അറിയിക്കാം. ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസനെന്ന് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചു. പതിറ്റാണ്ടുകളോളം, എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ അവസരം ഓർക്കുകയാണ്. അങ്ങേയറ്റം അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്നതും വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ അറിയിക്കുന്നു. ബുദ്ധിപരമായി സിനിമയെ സമീപിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസനെന്ന് MK മുനീർ ഓർമ്മിച്ചു. ബുദ്ധിപരമായി തിരക്കഥകൾ രചിച്ചിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹം മുമ്പേ പറഞ്ഞൊരു പക്ഷി കൂടിയായിരുന്നു. എല്ലാ കാര്യങ്ങളെയും ദീർഘവീക്ഷണത്തോടുകൂടി കാണാൻ പറ്റുകയും അത് സിനിമയിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാളക്കരയ്ക്ക് ഏറ്റവും വലിയ തീരാനഷ്ടമാണ്. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഓർമ്മിച്ചു. എല്ലാവർക്കും അറിയാം ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു. ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൽ ചെറിയ നീരസം പോലും ഉണ്ടായിട്ടില്ലെന്നും നടൻ മുകേഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ഓർമ്മയായതെന്ന് നടൻ ജോയ് മാത്യു അനുസ്മരിച്ചു. ശ്രീനിവാസൻ ഒരു യുഗപുരുഷനായിരുന്നു. കാരണം ഇനി ശ്രീനിവാസ യുഗമില്ല. മലയാളിയുടെ സാമൂഹിക ജീവിതത്തിനെ ഇത്രമാത്രം അടുത്തറിയുകയും നിരീക്ഷിക്കുകയും അതിന് തന്റെ രചനയിലൂടെ, സംവിധാനത്തിലൂടെ ഒക്കെ മലയാളിക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ. ന്യൂസ് ഡെസ്ക് അമൃത TV. നടൻ ശ്രീനിവാസനെ അനുസ്മരിച്ച ആസിഫ് അലി, ശ്രീനിയേട്ടൻ തിരിച്ചുവന്ന നമ്മളെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും എന്ന് കരുതിയതാണ്. നല്ല ഓർമ്മകൾ അദ്ദേഹത്തെപ്പറ്റി ഒരുപാടുണ്ട് എന്നും ആസിഫ് അലി പ്രതികരിച്ചു. ശ്രീനിയേട്ടനെ പറ്റി എന്താ പറയുക, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വേർപാട് തന്നെയാണ് ശ്രീനിയേട്ടൻ്റെത്. ഞാൻ പേഴ്സണലി സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യം അഭിനയത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിനെ പറ്റിയും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ശരിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ കൂടെ ഒരാൾ മെൻഷൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പല സിനിമകളും ശ്രീനിയേട്ടൻ്റെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്തായിരിക്കും എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ചില സർക്കാസവും എല്ലാം
എനിക്കൊന്നും അത്രയും ഫ്രീഡം മലയാളി കൊടുത്തൊരു റൈറ്റർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത് എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും പബ്ലിക്കിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പല രാഷ്ട്രീയ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതി വേറെ ആർക്കും അങ്ങനൊരു സ്പേസ് മലയാളി കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന വേർപാട് തന്നെയാണത്. ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന, ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതൊന്നുമല്ല, ഒരു മലയാളിയുടെ ഒരു ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ശ്രീനേട്ടൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളുകളെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. പല പൊതുവേദികളിലും അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചു വരും, ഇനിയും സിനിമകൾ ചെയ്യുമെന്നും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചു. പിന്നെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അതാർക്കും വിഷമം ഉണ്ടാവില്ല, എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് പറയുമല്ലോ. അപ്പം അത് കൃത്യമായിട്ടുണ്ട്. അത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എപ്പോഴും അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സിനിമകൾ അറിയാം, നമുക്ക് ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില കുഞ്ഞി അഭിപ്രായങ്ങൾ മുതൽ ഇപ്പം ഞങ്ങൾ ഉന്നം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബിസാറും ശ്രീനേട്ടനുമായിട്ടുള്ള സീൻ ഡിസ്കഷൻ്റെ ഇടയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പഠിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു ക്ലാസ്സാണ്. അപ്പം സിനിമയിൽ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. താങ്ക് യു. മലയാളിയുടെ ജീവിതത്തെ തിരശീലയിൽ പകർത്തിയ ശ്രീനിവാസൻ എന്ന മഹാനടൻ ഓർമ്മയാകുമ്പോൾ നഷ്ടമാകുന്നത് അസാധാരണ പ്രതിഭയെ. സാധാരണക്കാരുടെ ഇടയിലേക്ക് നർമ്മത്തിന്റെ ഭാവത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ശ്രീനിവാസൻ എല്ലാവരുടെയും ചുണ്ടിൽ പൊട്ടിച്ചിരി വിടർത്തി. എല്ലാ കാലവും അസാധാരണ പോരാട്ട വീര്യവും എപ്പോഴും തമാശകൾ പറഞ്ഞുള്ള ചിരിയും ഇനിയില്ല എന്ന യാഥാർത്ഥ്യം മലയാളിക്ക് നൊമ്പരത്തോടെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാട്യം എന്ന നാട്ടിൽ നിന്നും മലയാള സിനിമാ ലോകത്ത് പൂത്തുറഞ്ഞ പ്രിയ നടൻ. സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും കടന്നുവന്ന് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭ. അതാണ് ശ്രീനിവാസൻ. നാടക നടനാവുകയെന്ന ലക്ഷ്യവുമായി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവേശനത്തിന് ശ്രമിച്ച് കിട്ടാതെ ആയപ്പോഴാണ് ശ്രീനിവാസൻ മദ്രാസിൽ സിനിമാഭിനയം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നറിയുന്നതും അവിടെ ചേരുന്നതും. അഭിമുഖ സമയത്ത് തന്റെ രൂപം കണ്ട് സിനിമയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സംവിധായകൻ രാമു കാര്യാട്ട് ഏറെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്ന് ശ്രീനിവാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാടകത്തിന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാണ് സിനിമാഭിനയം പഠിച്ചത്. 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. ബക്കറുടെയും അരവിന്ദിന്റെയും KG ജോർജിന്റേതുമടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനി സിനിമകൾ. 1991 പുറത്തിറക്കിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് സിനിമാ ലോകത്തെ ശ്രീനി ടച്ച്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, ജർമ്മനിയെ നിങ്ങൾ തകർത്തു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, വടക്കു നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, ഉദയനാട് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? പഞ്ചവടിപ്പാലത്തിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം തിരക്കഥാ രചനയിലേക്കും കടന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. മുകൾ തട്ടിലുള്ളവരുടെ ജീവിതം തനിക്കറിയില്ല എന്നും താൻ കണ്ട ഇടത്തരക്കാരുടെ മനസ്സാണ് തന്റെ സിനിമകളിൽ നിറഞ്ഞത് എന്നും ശ്രീനിവാസൻ പറയുമ്പോൾ മലയാളിയുടെ ഉള്ളറകളിൽ ശ്രീനി എത്രമാത്രം ആഴത്തിലിറങ്ങിയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കണ്ടില്ല.
സാധാരണക്കാരന്റെ ജീവിതവും പ്രശ്നങ്ങളും നർമ്മത്തിന്റെ മേമ്പൊടിയോടെ ഇത്രയേറെ തനിമയോടെ അവതരിപ്പിച്ച മറ്റൊരു കലാകാരൻ മലയാളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിച്ച തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ പേനയുടെ ചൂടറിയാത്ത ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ കേരളത്തിലില്ല. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെയും സരസമായ വാക്കുകളിലൂടെയും അദ്ദേഹം പൊതുജനങ്ങളിലെത്തിച്ചു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. ലഭിച്ച പുരസ്കാരങ്ങളോ നിരവധിയും. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയത്. കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹ്യ പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും തന്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ശ്രീനി. മമ്മൂട്ടിക്ക് വേണ്ടിയും തമിഴ് നടൻ ത്യാഗരാജനു വേണ്ടിയും ശബ്ദം നൽകി. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ. ഇനി ഇതുപോലൊരു പ്രതിഭ ഉണ്ടാകുമോ? ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും പ്രിയതാരത്തിന് 1000 നന്ദി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പലതവണയായി 1.5 കോടിയിലേറെ രൂപ പോറ്റിക്ക് കൈമാറിയ ശേഷമാണ് സ്വർണം കൈപ്പറ്റിയതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ മൊഴി നൽകി. SITക്ക് മുന്നിൽ പോറ്റിക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും ഹാജരാക്കി. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇരുവരും നിലവിൽ റിമാൻഡിലാണുള്ളത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കിയെന്നാണ് ഗോവർദ്ധന്റെ വാദം. ഈ വാദമുയർത്തി ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും ശബരിമലയിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയതെന്നുമാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴി. സുഹൃത്തെന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എന്നാൽ ശബരിമലയിലെ സ്വർണമാണെന്നും അത് ദേവസ്വം സ്വത്താണെന്നുമുള്ള വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമെന്നാണ് SIT കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദേവർഗന്ധ കോളനിയിലെ കുമ്മന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ വനം വകുപ്പ് ഏകപക്ഷീയ നിലപാട് സ്വീകരിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം. മൃതദേഹം സംസ്കരിക്കില്ല എന്നും ആദിവാസി നേതാക്കൾ പറയുന്നു. വയനാട്ടിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുൽപ്പള്ളി വണ്ടിക്കടവ് ദേവർഗത കോളനിയിലെ കൂമന്റെ മൃതദേഹം ഏതായാലും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് ഒരു ഉന്നതിയിലെ ദേവർഗത ഉന്നതിയിലെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. അതായത് വനംവകുപ്പ് കൃത്യമായ രീതിയിൽ ഈ കുടുംബാംഗങ്ങളോട് കൂടിയാലോചന നടത്തിയില്ല എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കേണ്ട കാരണം? ഈ മുന്നോട്ട് വെച്ച അവർ ധനസഹായം ഉൾപ്പെടെ സ്വീകരിക്കുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ അവർ സാധാരണ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് കടുവയോ ആനയോ ഒരാളെ കൊന്നാൽ കൊടുക്കുന്ന ഇത് മാത്രമേ കൊടുക്കുള്ളൂ. അതേപോലെ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഒരു പേപ്പർ എഴുതിപ്പോ വായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരാൾക്ക് താൽക്കാലിക ബാച്ചർ, ഈ ബാച്ചറുടെ കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ബാച്ചർ പണിയെടുത്തിട്ടും പിന്നെ ഇപ്പോൾ ബാച്ചർ പണിയെടുക്കുന്നവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. അതെങ്ങനെയാണെന്ന് ഒരു ഡെപ്യൂട്ടി ഒരു ഫോറസ്റ്റ് ഉള്ളപ്പോൾ ഒരാൾക്ക് ബാച്ചർ പണി കൊടുക്കും, അടുത്ത ഡെപ്യൂട്ടി ഒരു ഫോറസ്റ്റ് വരുമ്പോൾ അത് ഞങ്ങൾ ഒഴിവാക്കും. എന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളവരെ വെക്കും. അതാണ് ഇവിടുത്തെ സംഭവം. അപ്പൊ ഞങ്ങൾക്കത് സമ്മതമല്ല. തന്നെയല്ല, ഇതിനൊരു തീരുമാനമാവുന്നതിന് മുമ്പാണ് ഈ ബോഡി കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്കാരെയോ
ആ സമുദായത്തിൽപ്പെട്ടവരോ ആരെയും കൂട്ടിയിട്ടില്ല, ആണ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാനും ഇത് വെക്കുന്നില്ല. അത് ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംസ്കരിക്കുമില്ല. ഞങ്ങളെ കുറെ കടുവ ആനയൊക്കെ ആയിട്ട് തിന്നട്ടെ, അല്ലെങ്കിൽ പോലീസോ ഫോറസ്റ്റൊക്കെ തല്ലിയും കൊല്ലട്ടെ, അതിനേക്കാളും സുഖതല്ലേ. ഏതായാലും കടുത്ത ഒരു പ്രതിഷേധം അവർ ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ ബന്ധുക്കളോടൊന്നും തന്നെ ആലോചിച്ചില്ല. ആദിവാസി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇവർ ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ എന്താണ് പ്രതിഷേധം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. നിങ്ങൾ അടുത്തൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു കാരണം നിങ്ങൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്? ഇവിടെ അവർ തീരുമാനിച്ചെടുത്തേക്കുന്നത് 10 ലക്ഷം രൂപയും പിള്ളേർക്ക് ഒരു താൽക്കാല നിയമമാണ്. ഞങ്ങളിപ്പോ ഒറ്റ തീരുമാനിക്കുന്നത് 25 ലക്ഷം രൂപയും പിള്ളേർക്ക് സ്ഥിരം ജോലി. ഇത് 2 പിള്ളേരാണ് ഉള്ളത്. ഒരു ചെക്കന് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ പിള്ളേരുടെ എന്തേലും അവരിന് ജീവിതകാലം മൊത്തം എന്ത് കണ്ടിരിക്കാനാ? അവർക്ക് നല്ലൊരു ജോലി, സ്ഥിരം ജോലി വേണം. ഇപ്പൊ നമുക്ക് പൊതുവെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ താൽക്കാലിക നിയമം എന്ന് പറഞ്ഞ ഒരു വാച്ചർ ജോലിയിലേക്ക് എടുത്തിടും. എന്നിട്ട് 1-2 വർഷം വരുമ്പോൾ അടുത്ത ആളെ നിയമിക്കണം എന്ന് പറഞ്ഞ് തള്ളി മാറ്റും. അതല്ല, ആ പിള്ളേർ 2 പിള്ളേരിൽ ഒന്നിൽ ഒരാൾക്കെങ്കിലും സ്ഥിരമായി ഒരു ജോലി നടപ്പാക്കി തരാൻ തന്നെ വേണം. അടുത്ത പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. ഏതായാലും ആദിവാസി കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കളടക്കം വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നിടയിൽ തന്നെയാണ് ഏതായാലും ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അവർ കൃത്യമായി തന്നെ ഒരു ഉറപ്പുകൾ അവർക്ക് ലഭിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സംഘർഷങ്ങൾ നേരത്തെ ഒഴിവാക്കി മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് മൃതദേഹം വണ്ടിക്കടവിൽ നിന്ന് മാറ്റാൻ ജനങ്ങൾ അനുവദിച്ചതായാലും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ബത്തേരിയിലേക്ക് മാറ്റി. ഏതായാലും മറ്റ് അനന്തര നടപടികളുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ലഭിക്കുമ്പോൾ കൃത്യമായ ഫോറസ്റ്റിൽ നിന്ന് ബന്ധപ്പെട്ട ഉറപ്പുകൾ ലഭിക്കണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഇവർ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നാളെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ലഭിച്ചാൽ കൂടുതലായി അവർ പറയുന്ന മുഴുവൻ ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ മൃതദേഹം സംസ്കരിക്കൂ എന്നൊരു പൊതുനിലപാട് ഏതായാലും ദേവർഗത കോളനിയിലെ ഈ കൂമന്റെ ബന്ധുക്കൾ സ്വീകരിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്. കടുവാക്രമണത്തിലും വനവകുപ്പ് സ്വീകരിച്ച നിലപാടിലും ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് മനുഷ്യജീവന് വിലയില്ലേ? മനുഷ്യജീവന് വിലയില്ലേ? ഒരു വിലയും കൽപ്പിക്കണ്ടേ മനുഷ്യജീവന്? ആദിവാസി ആയതുകൊണ്ടാണോ? ഇപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു, കണ്ണിങ്ങിച്ച് പറഞ്ഞു, സ്ഥിര ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പുല്ല് വിലയാണ് കൽപ്പിച്ചത്, പുല്ല് വില. അതായത് അതൊക്കെ പിന്നീട് തീരുമാനിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് ആദിവാസികളുടെ അഭിപ്രായം മാനിക്കാതെ ഈ തീരുമാനം നടപ്പാക്കിയാൽ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ബോഡി അടക്കാൻ സമ്മതിക്കില്ല, ബോഡി അടക്കാൻ നമ്മളെ സമ്മതിക്കില്ല, അല്ലെ? ആ രീതിയിൽ നമ്മൾ അവരെ ഇതാക്കണ്ടേ? അവരെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണോ? അതുകൊണ്ട് വരുമ്പോഴൊക്കെ മന്ത്രി തന്നെ ഇതിനകത്ത് നിലപാട് പറയണം അടിയന്തരമായിട്ട്. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പായി. അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്, ഗീതയും രവിയും. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്, അതിൽ രവി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് ഇത്തരം ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഗഡുവായിട്ടുള്ള 6 ലക്ഷം രൂപ തൊട്ടടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അത് കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനും, അതേപോലെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള തുക എടുക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമുണ്ട്. അതിന്റെ പ്രീമിയം അനുസരിച്ചിട്ടുള്ള ആ നഷ്ടപരിഹാര തുകയും എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതിനു മുമ്പ് ഒരു കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായ സ്ഥലത്ത് ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. അവിടെ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിട്ട് അത് ഏത് കടുവയാണ് എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് കടുവയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ആ കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായ സ്ഥലത്ത് പിന്നീട് കടുവ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്ന സമയത്തും കാട്ടിനുള്ളിൽ ഇത് ക്യാമറ ട്രാപ്പുകൾ വിന്യസിക്കുന്ന പോലത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഇത് ബോധിപ്പിച്ചിട്ടുണ്ട്, മിനിസ്റ്ററോട് ബോധിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വേണ്ട കാര്യങ്ങൾ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടുവേനെ ഇപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനവരം ഭാഗത്ത് ഇറങ്ങിയിട്ടുള്ള കടുവ തന്നെയാണോ ഇങ്ങനെ. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം. സമാന കേസുകളിൽ അകപ്പെടരുത്, എല്ലാ 2ാം ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം എന്നുൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. IFFK-യുടെ സിനിമ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ PT കുഞ്ഞുമുഹമ്മദ് തന്നെ കടന്നു പിടിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്?
ശ്രീജ, ഈ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകനായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി, തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ പരിഗണിച്ചിരുന്നത്. ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതി എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചിരുന്നത്. അതുപോലെ തന്നെ സംഭവം നടന്ന ഏകദേശം 21 ദിവസത്തിന് ശേഷമാണ് പരാതി നൽകിയത്. ഈ പരാതി നൽകിയത് പോലീസിനല്ല, മറിച്ച് മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ ഈ ഗൂഢാലോചന നടന്നു എന്ന കാര്യം വ്യക്തമാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഏതായാലും ഇത്തരത്തിൽ കോടതിയിൽ അറിയിച്ചത്. പക്ഷെ അതേസമയം ഈ സംഭവത്തിന് ശേഷം പരാതിക്കാരിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് സർക്കാർ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് ആലോചിക്കാനും സമയമെടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നതുകൊണ്ട് മാത്രം അതിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നോ ഗൂഢാലോചനയെന്നോ കണക്കാക്കാനാകില്ലെന്നും ഈ അഭിഭാഷകൻ വാദിച്ചിരുന്നു. ഇതിനൊക്കെ ഈ ഇരു വാദമുഖങ്ങൾ കേട്ടതിന് ശേഷമാണ് കോടതി ഇത്തരത്തിൽ ഉപാധികളോടെ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സമാന കേസുകളിൽ അകപ്പെടരുത്, എല്ലാ 2ാം ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയ ഉപാധികൾ ഉൾപ്പെടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഏതായാലും നിലവിൽ PT കുഞ്ഞുമുഹമ്മദിന് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിരുന്നത്. പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ PT കുഞ്ഞുമുഹമ്മദിനെ ഈ കേസിൽ ചോദ്യം ചെയ്യാനായിട്ട് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനായിട്ട് PT കുഞ്ഞുമുഹമ്മദ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ശരി ആതിര. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് യാത്ര ചെയ്തതിൽ പ്രശ്നമില്ല. ആർക്കും ആരോടൊപ്പവും യാത്ര ചെയ്യാം. പക്ഷേ അതിന്റെ ഫലം എന്തായാലും അവരവർ തന്നെ അനുഭവിക്കണം. സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആശങ്കയൊന്നും ഇല്ല. പക്ഷേ ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാലോ. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അത് പൊതുജനം എങ്ങനെ ഇതിനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശനോട് പറയാൻ പറ്റുമോ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ല. അത് ആരൊപ്പം ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലോ. ഒരു ചേരിതിരിവില്ല. ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ട് മുസ്ലിങ്ങളിടയിൽ തന്നെ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾ ഹിന്ദുക്കളിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ അത് ചിലർക്കുള്ള ഒരു പ്രത്യേകമാവുന്ന എന്തായാലും പറയുക ഒരു ഹോബിന്നോ അവരൊരു പ്രത്യേക അവർക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആനന്ദം എന്തെങ്കിലും ഉണ്ടാവുകയില്ല. അല്ല, അത് ജനങ്ങൾക്ക് വിവേകം ഉണ്ടാവും, മനസ്സിലാക്കുകയാണ് ജനങ്ങൾ. ഇതിങ്ങനെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ക്ഷമിക്കുമല്ലോ. അതെനിക്ക് അത്ര രൂക്ഷം ഉണ്ടാവില്ലല്ലോ കുറേ കഴിയുമ്പോൾ. അസമിലെ ഹൊജായി ജില്ലയിൽ ട്രെയിൻ ഇടിച്ച 8 ആനകൾ ചെരിഞ്ഞു. സൈറൻ ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ എഞ്ചിനും 5 കോച്ചുകളും പാളം തെറ്റി. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന രാജധാനി എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ 2:17ഓടെയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. അപകടത്തിൽ 8 ആനകൾ കൊല്ലപ്പെട്ടതായും ഒരു ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ട്രാക്കിൽ ആനക്കൂട്ടത്തെ കണ്ടയുടൻ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ചെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. അപകടത്തിന് പിന്നാലെ ട്രെയിൻ പാളം തെറ്റിയെങ്കിലും വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പാളം തെറ്റിയ കോച്ചുകളിലെ യാത്രക്കാരെ അതേ ട്രെയിനിലെ ഒഴിവുള്ള മറ്റു സീറ്റുകളിലേക്ക് മാറ്റിയിരുത്തിയതായും അധികൃതർ അറിയിച്ചു. ആനയുടെ ശരീരഭാഗങ്ങൾ ട്രാക്കുകളിലുള്ളതിനാൽ അപ്പർ അസമിലേക്കും വടക്ക് കിഴക്കൻ മേഖലയിലെ മറ്റ് ഭാഗങ്ങളിലേക്കുമുള്ള ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. അപകടം നടന്ന ഈ മേഖല ആനകൾ സഞ്ചരിക്കുന്ന പ്രത്യേക ഇടനാഴിയായി അടയാളപ്പെടുത്തിയ സ്ഥലമല്ല എന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തുടനീളം ട്രെയിനുകളിടിച്ച് കൊല്ലപ്പെട്ടത് 70-ലധികം ആനകളാണെന്ന് പരിസ്ഥിതി മന്ത്രാലയം ഓഗസ്റ്റിൽ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തൃശൂർ പുന്നയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണു. 13 കോടിയോളം രൂപ ചെലവഴിച്ച് 8 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് തകർന്നത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു പുന്നയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണത്. റോഡ് തകർന്നു വീഴുന്നത് കണ്ട സ്വകാര്യ ബസ് ഉടൻ നിർത്തിയിട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡിൽ വിള്ളൽ വീണത് ഒരാഴ്ച മുൻപ് കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു.
കഴിഞ്ഞ റോഡ് പണിയുടെ കാലത്ത് തന്നെ ഈ നാട്ടിലെ നാട്ടുകാരും മെമ്പറും അതുപോലെ തന്നെ പാടത്തുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമാണ് കൃഷിക്കാരും ഈ പാലം പണിയുടെ സമയത്ത് തന്നെ ഈ റോഡ് പാലം പുതുക്കി പണിതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികാരികളും കഴിഞ്ഞ ഭരണസമിതിയും പൂർണ്ണമായിട്ട് അവോയ്ഡാക്കി ഇവിടെ നോക്കിയിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള നിലപാടെടുക്കുകയും അങ്ങനെ ഒരു ഏച്ചുകൂട്ടലുള്ള രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളതാണ്. അന്ന് മുതൽ പറയുന്നതാണ് ഈ പാലത്തിന് അപകടമുണ്ട്, പാലം എന്ത് ചെയ്യണം, പൊളിച്ചു പണിയണം എന്ന് പ്രൊജക്റ്റ് വെക്കണം, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൃഷിക്കാർക്കുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. 13 കോടിയോളം രൂപ ചെലവഴിച്ച 8 വർഷം മുൻപാണ് PWD റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധന സമയമാണ്. അവിടെ നിന്നും തത്സമയം.
ശബരിമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. താമരശ്ശേരി ചുരത്തിൽ ഇന്നും രൂക്ഷമായ ഗതാഗത കുരുക്ക്. 7ാം വളവിന് താഴെ ലോറികൾ കൂട്ടിയിടിച്ചതാണ് ഗതാഗത തടസ്സത്തിന് കാരണം. സംഭവത്തിന് പിന്നാലെ ലോറികൾ മാറ്റിയിട്ടുണ്ട്. നിലവിൽ വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. കാസർഗോഡ് ബേക്കൽ കോട്ടയെ സിനി ടൂറിസം കേന്ദ്രമാക്കാൻ പദ്ധതിയുമായി വിനോദസഞ്ചാര വകുപ്പ്. ബോംബെ സിനിമയിലെ ഉയരേ എന്ന ഗാനരംഗം ചിത്രീകരിച്ച കോട്ട കൊത്തളങ്ങളിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം നടി മനീഷ കൊയ്രാളയും സംവിധായകൻ മണിരത്നവും 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തി. 1995 പുറത്തിറങ്ങി ഹിറ്റായി മാറിയ ബോംബെ സിനിമയുടെ സംവിധായകൻ മണിരത്നവും നായിക മനീഷ കൊയ്രാളയും ഛായാഗ്രാഹകൻ രാജീവ് മേനോനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം ബേക്കൽ കോട്ടയുടെ കൊത്തളങ്ങളിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ സിനിമയിലെ വിവിധ ഫ്രെയിമുകൾ വീണ്ടും മിന്നിമറഞ്ഞു. 30 വർഷം മുൻപ് ബേക്കൽ കോട്ടയിൽ വെച്ച് സിനിമയിലെ ഉയരേ ഗാനരംഗം ചിത്രീകരിച്ചതും നടി മനീഷ കൊയ്രാള ഷൈലാഭാനുവായി പകർന്നാടിയതും ബേക്കലിന്റെ മനോഹാരിതയുമെല്ലാം വീണ്ടും ഓർമ്മകളിൽ നിറഞ്ഞു. ബേക്കലിനെ സിനി ടൂറിസം കേന്ദ്രമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ ക്യാമറ ചലിപ്പിച്ച രാജീവ് മേനോൻ പഴയ ഓർമ്മകളിലേക്ക് മനസ്സ് തുറന്നു. പ്രകൃതി ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയണം. ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപമാനികത്തിന് ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു. ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് മഴ. ഞങ്ങൾ വെറുതെ ഇരുന്നു. പിന്നെ വഴിയില്ലാണ്ട് മഴയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷ്വൽസും അതിജീവിച്ചതിന്റെ കാരണം സമയമാണ്. ഇന്ന് തുടങ്ങി 2 ആഴ്ചക്കാലം നീളുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ ഉൾപ്പെടെ ഇവർ പങ്കെടുക്കും. ബോംബെ കൂടാതെ മധുര നൊമ്പരക്കാറ്റ്, ഉറുമി, മായാനദി, പ്രണയവിലാസം തുടങ്ങി മറ്റ് നിരവധി സിനിമകളിലെ രംഗങ്ങളും ബേക്കലിൽ ചിത്രീകരിച്ചിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. കൊല്ലപ്പെട്ട ജെൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാജ്യത്ത് ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണ നിലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് കോസ്റ്റ് ഗാർഡ്. ബംഗ്ലാദേശ് ദേശീയ കവി കാസി നസ്രുൾ ഇസ്ലാമിന്റെ കബറിടത്തിന് സമീപമാണ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാരം നടന്നത്. ഡിസംബർ 12 വെടിയേറ്റ് ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയവരാണ് വെടിയുതിർത്തത്. ഹാദിയുടെ തലയ്ക്കാണ് വെടിയേറ്റത്. ഗുരുതരാവസ്ഥയിലായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയ പ്രക്ഷോഭത്തിൽ ഇക്വലാബ് മഞ്ച് സംഘടനയിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് ഉസ്മാൻ ഹാദി. 2026 നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയായിരുന്നു. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ജദീയ ഛത്രശക്തി എന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിലാപയാത്രയ്ക്കിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘടന ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭകർ മാധ്യമ സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുകയും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്നാരോപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കലാപം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാദിയെ വെടിവെച്ച അക്രമിയെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $44,000 ഇടക്കാല സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. T20 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാകുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണെ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജുവിന്റെ 2ാം ലോകകപ്പാണ് ഇത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് T20 ലോകകപ്പ് നടക്കുക. 15-അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുന്നത്. അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി ടീമിൽ നിലനിർത്തി. മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനായി തിളങ്ങിയ ഇഷാൻ കിഷൻ 2ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ കളിച്ച ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയും പുറത്തായപ്പോൾ ഇഷാൻ കിഷനും റിങ്കു സിംഗും ലോകകപ്പ് ടീമിലെത്തി. പേസർമാരായി ജസ്പ്രീത് ബുംറയും അഷ്ദീപ് സിംഗും ഹർഷീത് റാണയും ലോകകപ്പ് ടീമിൽ തുടരും. വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്.
ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും ടീമിലെത്തി. അടുത്ത മാസം ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലും ഇതേ ടീം തന്നെയാണ് കളിക്കുക. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ലോകകപ്പ് മത്സരങ്ങൾ. 7-ന് US-നെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം നടക്കും. T20യിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.